നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിൽ അലുമിനിയത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു കിച്ചൺ നമുക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മൾ അലുമിനിയത്തിൽ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്ത ഒരു കിച്ചണാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കളർ നോക്കിക്കഴിഞ്ഞാൽ മെറ്റാലിക് ബ്രൗൺസ് എന്ന് പറയുന്ന ഒരു കളറാണ്. ACP ഷീറ്റിൽ വരുന്ന ഒരു കളറാണ് മെറ്റാലിക് ബ്രൗൺസ്. അതല്ലാതെ നമ്മൾ ചാമ്പ്യൻ സ്റ്റീലാണ് അതിന് നമ്മൾ ഫ്രെയിമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും ഒരു നല്ല കളറാണ്. കാരണം അതിന് രണ്ടും അനുയോജ്യമായിട്ട് നല്ല യോജിക്കുന്ന ഒരു കളറാണ് ചാമ്പ്യൻ സ്റ്റീലും മെറ്റാലിക് ബ്രൗൺസ് എന്ന് പറയുന്ന ആ ഷീറ്റും. സോ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുള്ളത് ഔട്ടർ മാത്രമാണ് നമ്മളിതിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി അവർ ഇതിൽ കടപ്പാക്കല്ലൊക്കെ ഇട്ടത് കൊണ്ട് നമ്മൾ ഈ കിച്ചൻ്റെ ഔട്ടറാണ് കംപ്ലീറ്റ് ആയിട്ടും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം ഔട്ടറാണ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലോഫ്റ്റ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഔട്ടർ ഏരിയ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ടോട്ടലി. അലുമിനിയത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വെള്ളമായാൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഒരു ലൈഫ് ലോങ് പ്രോഡക്റ്റാണ് അലുമിനിയം എന്ന് പറയുന്നത്. അതല്ലാതെ ഇതിൽ ചിതൽ വരുന്ന പ്രശ്നം, അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം വരുന്ന രീതിയിലുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അതൊന്നും ഇതിനെ ബാധിക്കുന്ന വിഷയമല്ല. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അലുമിനിയം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ കടപ്പാക്കല്ലൊക്കെ പ്ലേസ് ചെയ്ത കാരണം കൊണ്ട് നമ്മൾ ഔട്ടർ ഏരിയ മാത്രമാണ് ഇവിടെ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ട്രോളി അവർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ഓയിൽ പുള്ളൗട്ട് മാത്രമാണ്. അത് SS വരുന്ന ഒരു ഓയിൽ പുള്ളൗട്ട് മാത്രമാണ് നമ്മളിവിടെ അവർക്ക് ട്രോളി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അലുമിനിയം നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലായിരിക്കും. നിങ്ങളുടെ കിച്ചണിലൊക്കെ തീർച്ചയായിട്ടും അലുമിനിയം കൊണ്ട് വർക്ക് ചെയ്യാം. സോ നമ്മൾ ഈ വീട്ടിലെ കിച്ചൺ കണ്ടു, ഇനി നമ്മൾ ഈ വീട്ടിലെ ബെഡ്റൂം കാണാം. വരും.